ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷനാണ് മേഘമല. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് മേഘമല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് തേനിയിലെ ചിന്നവന്നൂരിലേക്കാണ്. അവിടെ നിന്ന് ഏകദേശം 40 കിലോമീറ്ററിലധികം ഉണ്ട് മേഘമല എത്താനായിട്ട്. പോകുന്ന വഴിക്ക് നല്ല സൂപ്പറായിട്ടുള്ള വ്യൂസൊക്കെയാണ് നമ്മൾ കണ്ടത്. തമിഴ്നാടിൻ്റെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നമ്മൾ ദീപാവലി ദിവസമാണ് പോയത്, അതുകൊണ്ട് തന്നെ ഭയങ്കര സൈലൻ്റ് ആയിട്ടായിരുന്നു തമിഴ്നാട് ഫുള്ള്. ആരെയും കാണാനും ഒന്നുമില്ല, പിന്നെ കടകളൊന്നുമില്ല. ഇടയ്ക്ക് കുറച്ച് കുട്ടികളൊക്കെ പടക്കം പൊട്ടിക്കുന്നതും അങ്ങനത്തെ കുറച്ച് രസകരമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ മേഘമല പോകാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മൾ എത്രയും നേരത്തെ പോകുന്നോ അത്രയും നേരത്തെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. പിന്നെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഒരുപാട് വാഹനങ്ങളൊന്നും പോകുന്ന വഴിയല്ല, നമ്മൾ ഫോറസ്റ്റിനുള്ളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഒരു 9:30 നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നു. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ശ്രീവില്ലിപുത്തൂർ മേഘമല ടൈഗർ റിസർവിലൂടെയാണ്. ഒത്തിരി വന്യജീവികളൊക്കെ ഉള്ള സ്ഥലമാണ്, ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പം നമ്മളോട് ചെക്ക് പോസ്റ്റ് പ്രത്യേകം പറഞ്ഞായിരുന്നു 6 മണിക്ക് മുന്നേ തിരിച്ച് ഇറങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. ഒരുപാട് വന്യജീവികളൊക്കെയുള്ള ഫോറസ്റ്റിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ കണ്ടപ്പം ഇറങ്ങി നോക്കിയതാണ്. നല്ല മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന ഒരു മലനിര. അങ്ങനെ 18 ഹെയർ പിൻ വളവ് കയറി നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പം തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളം എടുത്തു നമുക്ക് ഈ ടോപ്പിൽ എത്താനായിട്ട്. അങ്ങനെ നമ്മൾ മേഘമലയെത്തി. ഇതാണ് ഹൈവേസ് ഡാം. ഡാമിൻ്റെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേക്കിനും നമുക്ക് നല്ലപോലെ വിശക്കാൻ തുടങ്ങിയായിരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു കട കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. അങ്ങനെ ലേക്കിൻ്റെ അടുത്ത് നമ്മളൊരു കട കണ്ടു. ഇവിടെ ആകെപ്പാടെ ഈ ഒരു കടയേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല തിരക്കുമായിരുന്നു. അങ്ങനെ വിശപ്പ് കാരണം നമ്മളൊരു ബണ്ണും ചായയും കഴിച്ചു. പിന്നെ ഒരു ബ്രെഡ് ഓംപ്ലേറ്റിനും ഒരു പ്ലേറ്റ് മാഗിക്കും ഓർഡർ കൊടുത്തിട്ട് ലേക്കിൻ്റെ വ്യൂസൊക്കെ നല്ലപോലെ ഇരുന്ന് ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ച് എൻജോയ് ചെയ്തിരുന്നു. ഇനി മേഘമലയ്ക്ക് വരുന്നവർ എന്തെങ്കിലുമൊക്കെ ഫുഡ് കയ്യിൽ കരുതുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കാരണം ഇവിടെ കടകളൊക്കെ വളരെ കുറവാണ്. ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. മൂന്നാർ പോലെ തന്നെ മനോഹരമാണ് മേഘമലയും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ. പക്ഷെ അധികമാരും അത് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. 6 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് ചെക്ക് പോസ്റ്റിൽ എത്തണം, അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങും. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് കിട്ടിയ ഒരു ബോണസ് ഫുട്ടേജാണ് ഈ ഫാമിലി.